അപ്പോൾ എല്ലാവർക്കും ആക്രിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സെൽഫ് ബാലൻസിങ് ചെയ്യണ ഒരു ടോയ് ആണ്. വീഡിയോ ഫുള്ള് കാണണം, അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഇത് വെച്ചിട്ട് എന്ത് ടോയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, എന്നാൽ വീഡിയോയിലേക്ക് പോകാം. നമ്മൾക്ക് സെൽഫ് ബാലൻസിങ് ടോയ് ഉണ്ടാക്കാൻ ഒരു പേപ്പർ, ഒരു പെൻസില്, ഒരു സ്കെയിൽ, പിന്നെ വേണ്ടത് ഒരു പ്രൊട്രാക്ടറാണ്. എനിക്ക് ഈ സ്കെയിലിൽ തന്നെ പ്രൊട്രാക്ടർ ഉണ്ട്. പിന്നെ വേണ്ടത് ഞാൻ ഉണ്ടാക്കുന്നത് മെഴുകുതിരി വെച്ചാണ്. മെഴുകുതിരിയുടെ ടോയാണ്. അപ്പോൾ തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഈ പേപ്പറിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അതിൻ്റെ അപ്പുറവും ഇപ്പുറവും 50 ഡിഗ്രി മാർക്ക് ചെയ്യാം. അതിന് മെഴുകുതിരി എടുത്തിട്ട് അതിന്റെ വലിപ്പം നമ്മൾ നോക്കണം, ലെങ്ത് നോക്കണം എത്ര ഉണ്ടെന്ന്. ഇതിന്റെ ഒരു 18 ഉണ്ട്. അപ്പൊ 2 മെഴുകുതിരി നമുക്ക് 18 എടുക്കാം. ഒരെണ്ണം എടുക്കുമ്പോൾ 18ന്റെ നേരെ പകുതി 9 ഇവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. ഒരു 9.5 എടുക്കാം. 9.5 എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇത് ശ്രദ്ധിക്കണം, ഞാൻ മുമ്പിൽ നിന്നാണ് 9.5 മാർക്ക് ചെയ്താട്ടാ. മുമ്പിൽ നിന്ന് 9.5 മാർക്ക് ചെയ്തേക്കണേ. ഓക്കെ, ഏകദേശം ആ ഒരു ഇതെടുത്താൽ മതി, കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചെറിയ മെഴുകുതിരി ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത്, അതൊരു 3 സെന്റിമീറ്റർ മാറിയിട്ട് മുകളിലേക്ക് വെക്കണം. ഇവിടുന്ന് 3 സെന്റിമീറ്റർ നടുക്കായിട്ട്. ഇനി ഇവിടെ 50 ഡിഗ്രി എന്ന് വെച്ചിട്ടുണ്ടല്ലോ, അവിടെ നമ്മ ഈ മെഴുകുതിരികൾ ഇതിങ്ങനെ വെക്കണം. ബാക്കി 2 വലിയ മെഴുകുതിരി ഇങ്ങനെ വെച്ചിട്ട് ഇത് ഒട്ടിച്ച് കളയണം. ഇത് 3 കൂടി ഒട്ടിച്ച് കളയണം. ഇത് ഒട്ടിക്കേണ്ട വേറൊരു വിധമുണ്ട്. ഈ 2 വിങ്സ് കുറച്ചും കൂടി താഴത്തേക്ക് വേണം. അപ്പോൾ ഞാനൊരു ബേർഡിനെ പോലെയാണ് ഉണ്ടാക്കണത്. ഒരു പക്ഷിയാണ് ഞാൻ ഉദ്ദേശിക്കണത്. കറക്റ്റ് പക്ഷിയല്ല, ഒരു രൂപത്തിൽ. അതിന് കുറച്ച് ഗ്ലൂ ഗണ്ണ് എടുത്ത് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ച് കളയാം. ചൂടാവണോണ്ട് പെട്ടെന്ന് തന്നെ ഒട്ടിക്കണം. ഇനി അടുത്ത വിങ്സ് നമുക്ക് ഇങ്ങനെ ഒട്ടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇത് നേരെ ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ നേരെ ഇരിക്കും. നേരെ ഒട്ടിക്കരുത്, കുറച്ച് താഴത്തേക്ക് ആക്കണം. അപ്പോൾ വിങ്സ് ഇത് ഇങ്ങനെ ഇരിക്കും. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കണ്ട, ഇത്തിരി താഴത്താണ്, ബോഡീനെക്കാട്ടും താഴത്തേക്കാണ് ഇങ്ങനെ വന്നേക്കണേ. ആ രീതിയിൽ വേണം നമുക്ക് ഒട്ടിക്കാൻ. അപ്പോൾ ഒട്ടിക്കാം. അപ്പോൾ ഇത് 2 ഒട്ടിച്ചിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ ഞാനൊരു പേനയുടെ മുകളിൽ ഇത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ബാലൻസ് ചെയ്യണുണ്ട്, പക്ഷെ ഇത് കുത്തിക്കിടക്കണേ, താഴത്തേക്ക് കുത്തിക്കിടക്കണേ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ബാലൻസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഈ 2 വിങ്സ് കണ്ടോ, ആ 2 വിങ്സിൽ നമ്മൾ ഇനി കത്തിച്ചു കൊടുക്കണം. അപ്പോൾ പതുക്കെ മെഴുകുതിരി പോകുമ്പോൾ ഇത് വെയിറ്റ് പതുക്കെ വന്ന് ഇങ്ങനെ ബാലൻസ് ആവും. അപ്പോൾ ഒന്ന് ചെയ്യാം നമുക്ക്.